ചുമന്ന് തുടുത്തിരിക്കുന്നു. പെണ്ണായിട്ട് ജനിക്കണമായിരുന്നു. ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. മാർക്കറ്റിലേക്ക്. പേരെന്താ? എന്തിനാ സർ? പോലീസ് ചെക്കിംഗ്. പറ. ശ്രുതി. വീട് എവിടെയാ? ഇവിടെ കൃഷ്ണന്റെ അമ്പലത്തിനടുത്ത്. ഓ, എവിടെ ജോലി ചെയ്യുന്നത്? റെയിൻബോ എയറോബിക് സെന്ററില്. കെയർഫുൾ കെയർഫുൾ. ഞാൻ പോട്ടെ. പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. വരുന്നോ? എക്സ്ക്യൂസ് മീ. അഡ്രസ് എഴുത്. എന്തിനാ സർ? പോലീസ് പോലീസ് എഴുത. കഞ്ചാവ് അടിച്ചാൽ എന്തുവരും? കിക്കാവും സർ. എനിക്ക് അടിക്കാതെ തന്നെ ആയടോ. ആരെയാ കൊല്ലേണ്ടത്? നരസിംഹന്റെ ആളെ. ഹലോ, എന്താടാ, ആള് വന്നോ? വന്ന ഉടനെ ഞാൻ പറയാം. സുഹൃത്തെ, തീപ്പെട്ടിയുണ്ടോ? പോടോ. സുഹൃത്തെ, തീപ്പെട്ടിയുണ്ടോന്ന് ചോദിച്ച മറുപടി പറയാൻ ഇത്ര വിഷമാണോ? എന്ത് പറ്റി? നിങ്ങളുടെ ഏരിയത് ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാ. ഇവനെനിക്ക് സംശയമുണ്ട്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പോയി സെർച്ച് ചെയ്യേ. അവൻ തന്നെ. പോലീസ് ഒരു ഇങ്ങോട്ട് മാറി വിളിക്കാം. ഇവിടെ നിർത്ത്. പോലീസിന്റെ കാര്യം ഞാൻ ഏറ്റു. അവനെ തട്ടിയരെ. ഞാൻ ഏറ്റു എന്ന് പറഞ്ഞില്ലേ? എന്താടാ അത്? ഗണ്ണ വഴി കിടന്നപ്പോ സാറിന്റെ കൊണ്ട് തരാന്ന് വിചാരിച്ചു. എവിടെ? ദാ അവിടെ. ഞാൻ ആദ്യം കളിത്തോക്കെന്നാ വിചാരിച്ച്. നോക്കുമ്പോ നല്ല വെയിറ്റ്. ഒറിജിനല്ല സാർ. എവിടെയാടാ വീട്? ഇവിടെ തന്നെയാ, അടുത്ത സ്ട്രീറ്റ്. എവിടെ പോയതാടാ? സിനിമയ്ക്ക്. സിനിമ? നിന്നെ? ഇവിടെ വാ, ഇവിടെ വാ. ഞാനോ? നിന്നെ തന്നെ. വരാൻ. ഡോ, ഇവനെ ചെക്ക് ചെയ്യ്. ശരി സാർ. എന്താ സർ? നിന്നെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. സാർ, എന്നാ എനിക്ക് പോകാം. നിന്നോട് ചോദിച്ചോ? എത്ര നേരമായിട്ട് സാർ? സാർ, എനിക്ക് വേഗം പോണം. എന്തിനാ സാർ ഇപ്പൊ എന്നെ അടിച്ചത്? വഴിയെന്ന് കിട്ടിയ ഒരു തോക്കുണ്ട്. അവിടെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് വേണ്ടി ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്ക് അറിയാമോ? ആരാ സാർ? ഇൻസ്പെക്ടർ ഗോവിന്ദനോട്. കൊന്നുകളയും ഞാൻ. എവിടെ അവള്? സാർ, അവര് പോയി സാർ. സാർ, എന്താ ഇവിടെ പ്രശ്നം? ആരേവൻ? ചെക്ക് ചെയ്തോണ്ടിരിക്കുക സാർ. അത് സാർ, ഞാൻ സിനിമ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ സാർ, എന്താ പോലീസ് പോകുന്നു? സെർച്ച് ചെയ്യ്. സാർ, എന്താ സർ? പോലീസ് വീട് സെർച്ച് ചെയ്യണം. എന്താ സർ കാര്യം? ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടി. എന്താ സാറി പറയുന്നത്? മനസ്സിലായില്ലേ? വ്യഭിചാരം. സർ, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇത് അങ്ങനത്തെ ഒരു വീടല്ല. ആരാത്? ചേച്ചി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ ചേച്ചിയും അമ്മയും. അച്ഛൻ? അച്ഛൻ മരിച്ചുപോയി. വീട്ടിൽ ആരൊക്കെ വരാറുണ്ട്? ആരും വരാറില്ല.
വെളിയിൽ ഒരുത്തൻ കുടുംബം വെച്ച് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, അവനോ? അയാൾ അടുത്ത വീട്ടിലെ അങ്കിളാ. എപ്പോഴും വന്ന് ഡിസ്റ്റർബ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ചെയ്യണ പോലെ. ഉം. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അകത്തോട്ട് വാ. ഇരിക്കെ. ഭർത്താവില്ലാത്തതല്ലേ? പിള്ളേരെയൊക്കെ എങ്ങനെയാ വളർത്തുന്നേ? എന്റെ മോള് ജോലിക്ക് പോകുന്നുണ്ട്. എവിടെയാ അവള്? വരാറാവുന്നേ ഉള്ളൂ. എന്താ നൈറ്റ് വർക്കാണോ? ഹേയ്, കരയാതെ കരയാതെ കരയാതെ. ഒരു കൊച്ചു പെണ്ണിന്റെ സമ്പാദ്യം കൊണ്ടാണല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? മനസ്സിലായി. നിന്റെ മോള് ശരിയെന്ന് സമ്മതിച്ച എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാം. എങ്ങനെയാന്ന് പറയട്ടെ, നിന്റെ മോളെ ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ തന്നെ അവളെ നോക്കിക്കോളാം. നീയും സുന്ദരിയാ. ഒരു പോലീസ് ഓഫീസറുടെ കയ്യിലാണെങ്കിൽ ഫുൾ സെക്യൂരിറ്റി ആയിരിക്കും. ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്ക്. അതല്ലെങ്കിൽ ബ്രാതൽ കേസ്, കഞ്ചാവ്, കൊക്കെയിൻ, ജയിൽ, ഇതൊക്കെ ഒരു നല്ല കുടുംബത്തിന് ചേർന്നതാണോ? ഛെ, ഛെ, ഛെ. ദൈവമേ. അയ്യോ, അടുത്ത വീട്ടിലെ മാസ്റ്ററെങ്കിലും നീയാണല്ലേ? മാസ്റ്റർ ഞാനാ. കുങ്ഫു പഠിപ്പിക്കുക. നെയിം ബോഡി ചൂടൻ. എന്താടാ അത്? കുങ്ഫു കുടുംബം. കുംഫു? ഇന്ന് തൊട്ട് നീ ഇവിടുത്തെ വാച്ച്മാനാ. വാച്ച്മാൻ? വീടിന്റെ മാത്രമല്ല, ശ്രുതിയുടെയും. അവളെ ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ ഉടനെ നീ എനിക്ക് ഫോൺ ചെയ്യണം. പണ്ടാരം. സ്വന്തം വീട്ടിലെ വാച്ച്മാനാണോ ഞാൻ? എന്താ എല്ലാം കോറസ് ആയിട്ട് കരയുന്നത്? എല്ലാ കുറുക്കനും പുറപ്പെട്ടോ? ഹലോ. ലക്ഷ്മി, ഇന്നത്തെ നാള് നല്ലതാ. ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യേ. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എത്തും. പ്ലീസ്, എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കരുത്. ഞങ്ങളെ വെറുതെ വിടണം. ഞങ്ങള് മര്യാദയ്ക്ക് ജീവിക്കുന്നവരാ. ഓ, മര്യാദയ്ക്ക് ജീവിക്കുന്നവരാണല്ലേ? വെളിയിൽ നിൽക്കുന്നവരൊക്കെ നിന്നെ ഞങ്ങൾ റേപ്പ് ചെയ്യാന്ന് വിചാരിക്കും. വന്നവരെ കാണിച്ചു തരാൻ പറ്റുമോ നിനക്ക്? കാണിച്ചു തരാം അങ്കിൾ. വാ. അല്ല, ഇയാളല്ല. ഇവനാണോന്ന്? പിന്നെ ഇവനോ? അല്ല അങ്കിൾ. എടോ കോൺസ്റ്റബിൾ, അപ്പുറത്തെ കടയിൽ പോയി 4 കിലോ ചിക്കൻ വാങ്ങും. ശരി സർ. അവിടുന്ന് മാമൂല് വാങ്ങിച്ചോ. ചെല്ലു സർ. അതെ, ആ മീനിങ് എടുക്ക്. നല്ല മീൻ നോക്കി എടുക്കണം. അത് 2 കിലോ എടുത്ത് പാക്ക് ചെയ്തേക്ക്. കോൺസ്റ്റബിൾ വന്ന് വാങ്ങിക്കോട്ടെ. ഇതാ നോക്ക്, ഇതുപോലെ ഒരു പാഴ്സൽ കൂടി എടുത്തു. അത് ഡ്രൈവർ വന്ന് വാങ്ങിച്ചോ.
ഏയ് ആരാവൻ? പറയടാ. അവൻ എന്റെ കൈ കിട്ടിയ അവനെ ഞാൻ ഡാ, നിന്നെ സംശയിച്ചതിനാണ് ഈ അടി. ഏയ് ആരാ നീ? നീയാണെന്ന് കൺഫേം ആയ കൊല്ലോടാ ഞാൻ. ഏയ് ആരാ അവൻ? പറയടാ, പറഞ്ഞു തൊലക്ക്. ആ ഹലോ, ആ ചിക്കനും കൊണ്ട് ഞാനങ്ങ് വരാം. നമ്മുടെ ഫാമിലി ഡോക്ടറെ നമ്പർ ഒന്ന് തന്നെ.